യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കെട്ടുക. ബൈൻഡ് അപ്പ് ദ സാക്രിഫിഷ്യൽ ആനിമൽ വിത്ത് റോപ്പ് ഓൺ ദി ഓൾട്ടർ. ഓൾട്ടർ അല്ലെങ്കിൽ യാഗപീഠം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അടുത്ത ദിവസം പറയുന്നതായിരിക്കും. യാഗപീഠം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഈ ഒരു മേശയെക്കാട്ടിലും ഇതേപോലെ തന്നെ ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഒരു വലിയ പെട്ടിയായിട്ട് നമ്മൾ കാണണം. ഖദിരമരം കൊണ്ടാണ് അതുണ്ടാക്കുന്നത്. പിന്നെ താമ്രം കൊണ്ടാണ് അത് പൊതിഞ്ഞിരിക്കുന്നത്. അതിന് 4 സൈഡിലും 4 കൊമ്പുകളുണ്ട്. ഈ കാളയുടെ കൊമ്പ് പോലെ സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്. അത് ഒരേ മെറ്റൽ കൊണ്ടായിരിക്കണം അത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഉറപ്പുള്ളതായിട്ടുള്ള താമ്രം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കൊമ്പുകൾ ഇതിനൊരു കൊമ്പ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ യാഗപശുവിന് പലപ്പോഴും കാളക്കിടാവിന് അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ കഴുത്തേലുള്ള കയറ് ഈ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം വലിച്ചു കെട്ടും. ഈ വലിച്ചു കെട്ടുക എന്ന് പറയുമ്പോൾ അവരുടെ കഴുത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അത് കെട്ടുന്നത്. കാരണം പുരോഹിതൻ വന്നിട്ട് അതിൻ്റെ കഴുത്ത് അറക്കണമെങ്കിൽ അത് അനങ്ങരുത്. ഒരു മനുഷ്യനും ചാകുന്നതിൽ ഇഷ്ടമല്ലല്ലോ, ആർക്കും ചാകാൻ ഇഷ്ടമല്ല. അപ്പം നമ്മളെ തന്നെ നമ്മൾ യാഗപീഠമാക്കത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചാൽ നാളെ നമ്മൾ ഓടിപ്പോത്തില്ല. അബ്രഹാം തൻ്റെ സന്തതിയായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിട്ടുന്നതിന് ആദ്യമേ കയറുകൊണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളാരും കിടക്കത്തില്ല, എഴുന്നേറ്റ് ഓടിപ്പോവും. അപ്പോൾ ഒരു സബ്മിഷനാണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് സബ്മിഷൻ. നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഞാനിത് എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. വൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഞാനാകുന്ന എൻ്റെയിലുള്ള ജഡം മരിക്കാതെ ദൈവത്തിന്, ആത്മാവാകുന്ന ദൈവത്തിന് എന്നിൽ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. ഈ 118-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ 118-ൻ്റെ ഏകദേശം ഞാനിപ്പം വായിച്ചത് 27-ാം വാക്യം. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. ഇത് കർത്താവായ യേശു ക്രിസ്തു ഈ 118-ാം സങ്കീർത്തനം സങ്കീർത്തനം എടുത്തിട്ട് ദൈവം ഒലിവ് മലയിൽ പോകുമ്പം ശിഷ്യന്മാർ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നിച്ചു പോകുമ്പം യേശുക്രിസ്തു പാടിയ പാട്ടാണിത്. ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. അതതിൻ്റെ മലയാളം എങ്ങനെയാണ്? ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. അതായത് ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. 118-ൻ്റെ യേശുക്രിസ്തു ക്രൂശിന്മേലേക്ക് കയറുന്നതിന് മുൻപായിട്ട് പാടിയ സങ്കീർത്തനം 118-ആണ്. ഇന്നേ ദിവസം ക്രൂശിന് പോവുകയാണ് നമ്മുടെ പാപങ്ങളേറ്റാൻ. കാൽവരി ക്രൂശിൽ കയറുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് യേശുവിനറിയാം. പക്ഷെ കർത്താവ് പാട്ട് പാടുകയാണ് ശിഷ്യന്മാരുമായിട്ട്. ഇന്ന് നമുക്ക് നല്ല ദിവസമാണ് ദൈവത്തിന് വേണ്ടി. എന്ത് നല്ല ദിവസം! തന്നെത്താനെ യാഗം കൊടുക്കുന്നത്. ചിന്തിച്ച് നോക്കി. ഒരു ഭവനം എടുക്കാം നമുക്കതിന് പകരം. ഒരു വീട്ടിലെ മക്കളെ വഴിതെറ്റി നടക്കുക. അപ്പോൾ ഒരു അപ്പനും അമ്മയും കൂടെ ഇടതും വലതും നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അമ്മമാർ ഉപവസിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഈ നിരന്തരമായ പ്രാർത്ഥന സ്വർഗരാജ്യത്തിലേക്ക് കയറി ചെല്ലും. സ്വർഗത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് തോന്നി നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ, അത് കർത്താവിലിരിക്കുന്ന രാജദണ്ഡ് നീട്ടുന്ന ദിവസമാണ്. അത് നീട്ടണമെങ്കിൽ നമ്മുടെ ജഡം മരിച്ച് ആത്മീക തലത്തിൽ ജീവൻ വെച്ച് വിശ്വാസതലത്തിൽ ഉയർന്ന് ഉപരിതലത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അതിന് എക്സാമ്പിൾ ഉണ്ടല്ലോ, ശൂന്യംകാരത്തി സ്ത്രീ പഴയ നിയമത്തിൽ ഏലീശ പ്രവാചകൻ്റെ കാലത്ത് അവളുടെ മകൻ മരിച്ചു കഴിഞ്ഞപ്പം ഏലീശ പ്രവാചകൻ്റെ കട്ടിലേൽ ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയേച്ച്, 4 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയേച്ച് ഏലീശ പ്രവാചകനെ കാണാൻ പോകുന്നു. യാഗപീഠമാണതല്ല. നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയി, അതിനെ കൊണ്ട് കിടത്താൻ ഒരു സ്ഥലമേ ഉള്ളൂ, പ്രവാചകൻ്റെ കട്ടിൽ. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇതാ നമ്മളെ തന്നെ യാഗവസ്തുവാക്കി തരുമ്പോൾ, നമ്മൾ കരയുമ്പോൾ, അതായത് എന്നിലുള്ള ജഡം മരിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അമിതശക്തി എൻ്റെ ശരീരത്തിൽ കൂടെ വന്ന് പ്രവർത്തിച്ചിട്ട് ഞാൻ ഇൻ്റർസീഡ് ചെയ്യാണ്. ഇൻ്റർസെഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചു മരിക്കുന്നവർക്ക് വേണ്ടി എന്തുമാത്രം ദൈവം കേൾക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ജോലി എന്താണെന്ന് വെളിപ്പാടിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. വെളിപ്പാടിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്: യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ. പ്രവചനം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത് വിളിച്ചു പറയുകയാണ്, ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുക. ദൈവം തമ്പുരാൻ ആദ്യം പറയുന്നു,
ഭൂമി പാഴും ശൂന്യമെന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇരുളിൻ്റെ മേൽ ഇരുളായിരുന്നു. ഇരുളിന്മേൽ പരിവർത്തനം പരിശുദ്ധാത്മാ വെള്ളത്തിന്മേൽ പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് പവറായിട്ട് പരിശുദ്ധാത്മാവ് വന്ന് വെളിച്ചമുണ്ട്. അപ്പോൾ ആദ്യത്തെ സൃഷ്ടി നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന വെളിച്ചമാണ്. എവിടെയെല്ലാം ഇരുട്ടുണ്ടോ അവിടെ വെളിച്ചം കൊണ്ടുവരണം. അത് നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പം ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നത്, നിന്നെ തന്നെ ഈ എൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ട് എന്നിലുള്ള ആത്മാവ് നിന്നിൽ പകർന്നിട്ട്, അതിന് ജഡം മരിച്ചിട്ട് നമ്മൾ ആത്മാവിൽ ജീവൻ വെച്ച് പുതുസൃഷ്ടി ആയിക്കൊണ്ട് പുത്രൻ തമ്പുരാൻ ഇൻ്റർസീഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അതേ ജോലി ഞാനും കൂടെ ചേർന്നെടുക്കുമ്പം രണ്ടുപേരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന്മേൽ ഉത്തരം ദൈവത്തിന് തരാതിരിക്കാൻ ഒക്കത്തില്ല. ദൈവവചനമാണ് എടുക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വചനം ഇടതോട്ടോ വലതോട്ടോ മാറത്തില്ല എന്ന് പറയുന്നു. ആകാശവും ഭൂമി അഴിഞ്ഞു പോയാലും എൻ്റെ വചനത്തിന് മാറ്റമില്ല. അപ്പം ദൈവം ഈ യാഗപീഠത്തിന്മേൽ കൊണ്ടുവച്ചിരിക്കുന്ന യാഗ പശുവിനെ കയറുകൊണ്ട് കഴുത്ത് വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ അതിൻ്റെ കഴുത്തിനെ അറുത്തിട്ട് ആ രക്തമെടുത്ത് ആ വെള്ളവും കൂടി എടുത്തിട്ടാണ് അത് വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പൂശി നമ്മുടെ പാപങ്ങളെ കവർ ചെയ്ത് അല്ലെങ്കിൽ മൂടുക ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യമുണ്ട്. ഒന്ന് പുരോഹിതൻ്റെ പാപമാണെങ്കിൽ മഹാപുരോഹിതൻ 2 ആടുകളെ എടുക്കും. ഒന്ന് എല്ലാവരുടെയും പാപത്തിന് വേണ്ടി പുരോഹിതൻ അതിൻ്റെ ഈ ആടിൻ്റെ പുറത്ത് കൈവച്ചിട്ട് പാപത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതൊക്കെ പഠിപ്പീരാണ്. പാപം ട്രാൻസ്ഫർ ചെയ്യുന്നതല്ലേ, ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ഇതിനെ ദൂരത്തേക്ക് പട്ടണത്തിന് പുറത്ത് അഴിച്ചു വിടുകയാണ്. അത് അലഞ്ഞു പോയി മരിക്കുന്നു. യേശുക്രിസ്തു ക്രൂശുമരണം ഏറ്റെടുത്ത് യെരുശലേമിൻ്റെ പുറത്ത് തന്നെയാണ്. എന്തിനാണ്? ഇത് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. എന്നാൽ നമ്മളെ യാഗപീഠത്തിന്മേൽ നമ്മളെ കയറ്റി കഴിയുമ്പോൾ നമ്മൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശുമരണം ഏറ്റെടുത്തതിനാൽ, അവനെ തന്നെ യാഗമാക്കി മാറ്റിയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വെളിച്ചമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പുതിയ നിയമത്തിൽ നമുക്ക് ആടുകളെയും കാളക്കുട്ടികളെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അതിനു പകരമായിട്ട് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട്. അത് ലോകത്തിൻ്റെ പാപത്തെ മുഴുവനും ഉൾക്കൊള്ളാൻ വേണ്ടി പഴയ നിയമത്തിലെ ആടുകൾക്കും കുഞ്ഞാടിനും അതുപോലെ തന്നെ കാളക്കുട്ടിക്കും അതുപോലെ സാക്രിഫിഷ്യൽ ആനിമൽസിന് പകരമായിട്ട് ഒരു വ്യക്തി ദൈവം തമ്പുരാൻ തന്നെ വന്ന് നിൽക്കുന്നതാണ് യേശുക്രിസ്തു. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി നിൽക്കുമ്പം ഈ 13 പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളായതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറരുത്. എബ്രായ ലേഖനം 13 ഏകദേശം 10 ഇങ്ങനെയാണ് വായിക്കുന്നത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളഞ്ഞു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഉണ്ടോ? ഒരു നിന്നയായ ജീവിതമാണ് നമ്മൾക്ക് ഈ ലോകത്തിൽ. എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാലും, എങ്ങനെ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാലും കഷ്ടവും നിന്നയും വരും, എവിടെയെങ്കിലും വരും. അത് ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളിൽ കൂടെ ആയിരിക്കും, ഭർത്താക്കന്മാർ കൂടെ, മക്കൾ. ഈ നിന്നയുള്ള ജീവിതം, അതായത് പാപലോകത്തിൽ എന്ത് നന്മ ചെയ്താലും തിന്മയാക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. പിന്നെ തിന്മ ചെയ്യാൻ നമ്മൾ മടിക്കുന്നുമില്ല, കാരണം നമുക്ക് ബോധമില്ലല്ലോ. അങ്ങനെയുള്ളപ്പം കർത്താവ് പറയുന്നു എന്ത് യാഗവസ്തുണ്ട്, അതുകൊണ്ട് അവൻ മുഖാന്തരം, ഇതിപ്പോൾ ഞാൻ വായിക്കുന്നത് എബ്രായ ലേഖനം 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം. ഇപ്പം നമുക്ക് ആടുകൾക്കും കുഞ്ഞാടിനും കാളക്കുട്ടിക്കും നമ്മുടെ പാപത്തിനും എല്ലാം പറ്റിയ യാഗവസ്തുവായിട്ട് യേശു വന്നപ്പോൾ, യേശുവെന്ന നാമം മതി നിനക്കിനി ജയമെടുക്കാൻ. അത് നാമത്തെ, ആ യേശുവെന്ന നാമത്തിനെ സ്തുതിച്ചുയർത്തുക. അവൻ ചെയ്ത നന്മകൾ വിളിച്ചു പറയുക. കഷ്ടത്തിന് നടുക്ക് ഇപ്പം ഞാൻ മരിച്ചാലും യേശുവെന്ന പേര് പറയുമ്പോൾ സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും. കാരണം സ്വർലോകരുടെയും ഭൂലോകരുടെയും പാതാളത്തിലുള്ളവരുടെയും കാലുകളും മടക്കുമെന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നു 2.
നമ്മൾ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ യേശു എൻ്റെ പാപങ്ങളെ വഹിച്ച് ഏറ്റെടുത്തു, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ ബലഹീനതകൾ, പണസംബന്ധ രോഗം അവൻ ഏറ്റെടുത്തു എങ്കിൽ പിന്നെ അവൻ്റെ നാമമെന്ന യേശുവെന്ന നാമത്തിന് സ്തുതിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഇപ്പോഴത്തെ അധരഫലമെന്ന സ്തോത്രയാഗം. ഇത് എളുപ്പമാക്കി തന്ന ദൈവമാണ്. അതത്ര പ്രയാസമല്ല. ഇതിന് എന്നിലുള്ള ജഡം മാത്രം മരിച്ചാൽ മതി. അതെല്ലാം ഇപ്പം ആടിനെയും കാളക്കുട്ടിയും കൊണ്ടുവരണമെങ്കിൽ എത്ര എണ്ണത്തിനെ ഓരോ വർഷം കൊണ്ടുവന്ന് നമ്മൾ ബലിയായിക്ക് കൊടുക്കണമായിരുന്നു. അതൊന്നും വേണ്ട. കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗവസ്തുവായി മാറിക്കഴിഞ്ഞു. അവൻ യാഗം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നു ദിസ് കോൾഡ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ഏകയാഗത്താൽ, ഇപ്പം ഞാൻ വായിക്കുന്ന 10:14, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എന്താണ്? ഒരൊറ്റ യാഗം കൊണ്ട് നമുക്ക് വേണ്ടി വിശുദ്ധി നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമുക്ക് ശുദ്ധിയാകണം. അത് എന്നേക്കുമായിട്ട് സൽഗുണപൂർത്തി എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സാക്രിഫൈസ് വൺസ് ആൻഡ് ഫോർ ഓൾ ഡൺ. ഇതൊന്ന് തലേ കയറിയാൽ പിന്നെ നമ്മൾ ഒത്തിരി വേറെ എവിടെ ഓടി നടക്കത്തില്ല. പക്ഷെ ഇത് നമ്മൾ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പം താമസിക്കും തോറും നമ്മൾ വിചാരിക്കും, അയ്യോ എൻ്റെ കുറവ് കൊണ്ടാണ്, എൻ്റെ ബലഹീനത. നമ്മളിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പ്രാർത്ഥിക്കുന്നത്. അതല്ല ദൈവത്തിന് ആവശ്യം. നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ശ്രദ്ധ ക്രിസ്തുവിൽ കൂടെ ആകണം. ക്രിസ്തു എന്ന നാമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം തരും. യേശു എന്ന നാമം, മേലായ നാമം, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും വിലയുള്ള അവൻ്റെ നാമത്തിന് മുൻപിൽ സകല മുഴങ്കാലും മടങ്ങും. പരീക്ഷിച്ച് നോക്കാം. കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നമുക്ക് നിറയട്ടെ. കേൾക്കുന്ന ഓരോ വ്യക്തിയിൽ യേശു എന്ന നാമം നമ്മുടെ നാവിൽ നിന്ന് മാറാതിരിക്കും. സ്തോത്രയാഗത്തോടെ കടന്നു വരും. നാഥ, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം, യാഗപശുവിനെ കയറുകളോളം കെട്ടുക എന്ന് പറയുമ്പോൾ ആരും സ്വയമേ വന്ന് ഈ യാഗവസ്തു ആകത്തില്ല. ഞങ്ങൾ തന്നെത്താനെ ജഡത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടും പറയുന്നു, ഞാൻ ആത്മാവാകുന്നു, എനിക്ക് വസിക്കാൻ ഒരു ശരീരം വേണം. എൻ്റെ ശരീരത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതിന് വേണ്ടി കൊടുക്കുമ്പോൾ എന്നിലുള്ള ബലഹീനതകളെയും കറകളെയും കഴുകിക്കളഞ്ഞ് യേശുവെന്ന നാമത്തിന് പ്രാധാന്യം കൊടുത്ത്, യേശുവെന്ന നാമം സകല ഏക സത്യ ദൈവമാകുന്ന പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുത്രൻ തമ്പുരാൻ്റെ നാമം എല്ലാ നാവുകളുടെയും എല്ലാ നാമത്തിനും ഉപരിയായിട്ട് നിൽക്കുന്നതിനാൽ ആ നാമത്തെ നിങ്ങൾ മാനിക്കാൻ, യേശു ക്രിസ്തു ഇമ്മാനുവൽ, കർത്താവേ രക്ഷകൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന യേശു എനിക്ക് വേണ്ടി യാഗവസ്തുവായി തീർന്നിരിക്കുന്നതിനാൽ എൻ്റെ ഏത് ബലഹീനതയിലും യേശുവെന്ന നാമത്തിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ സ്തുതിക്കാൻ ഞങ്ങൾ മുട്ടുകുത്തി നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അപ്പച്ച ഒരു ഗണം ഈ വചനം കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആ കല്ലുപോലുള്ള ഹൃദയം മാറണം. മക്കളുടെ ആണെങ്കിൽ അവരുടെ അടുത്തോട്ട് ഈ വചനം ചെന്ന് കൊണ്ടിട്ട് അവിടെ ഒരു വിശുദ്ധീകരണം നടക്കണം. ഇന്ന് വരെ കേൾക്കാത്ത സത്യവചനം യേശുവിൻ്റെ ആത്മാവിൽ അവരാദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഇരുട്ടത്തിരിക്കുന്നവർ വലിയൊരു പ്രകാശം കണ്ടു എന്ന് പറയുന്നത് പോലെ ദൈവനാമത്തിൻ്റെ മുൻപിൽ സ്തുതിക്കുന്നവരായിട്ട്, നൃത്തം ചെയ്യുന്നവരായിട്ട്, ദാവീദിനെ പോലെ ഡാൻസ് ചെയ്യുന്നവരായിട്ട് കടന്നു വരാൻ നീ ഇട്ടയാക്കുമെന്നുള്ളതിന് സംശയമില്ല. അതേ കർത്താവേ, യാഗപീഠത്തിന്മേൽ നീ കയറിയെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് സ്തോത്രയാഗമെന്ന അധരഫലം കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പം അത് പഴയ നിയമത്തിലെ മൃഗങ്ങളെക്കാട്ടിലും അതിന് നമ്മളെ തന്നെ യാഗപീഠത്തിന്മേൽ കയറ്റിവെക്കുന്നതിലും ഉപരിയായിട്ട് നിൻ്റെ യാഗവസ്തുവാകുന്ന കർത്താവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് നിന്നെ തന്നെ നീ ബലിയാക്കി കൊടുത്തെങ്കിൽ ഞങ്ങളെ അതിൻ്റെ കീഴെ കൊണ്ടുവന്ന് വെച്ച് കർത്താവ് വിശുദ്ധീകരിക്കുന്നു. നിൻ്റെ വിശുദ്ധീകരണം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നെയല്ല, ഞങ്ങളുടെ മക്കളിലെ ഭർത്താക്കന്മാർ, ഭാര്യമാരിലെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളിൽ, കുടുംബമായിട്ട് എല്ലായിടത്തും ഇത് സംഭവിക്കട്ടെ. അതേ കർത്താവ്, യാഗപീഠത്തിന്മേൽ കയറിയവൻ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി മാറ്റി ഒരിക്കലും പാപം ചെയ്യാത്തതുപോലെ പുതിയൊരു സൃഷ്ടിയാക്കിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.